നേരിട്ട് എന്തൊക്കെ ചെയ്താലും അവൾ അതൊന്നും വക വയ്ക്കാൻ പോകുന്നില്ല, സഹിക്കും. പിന്നെ ആന്റിയെ പ്രതികാരം ചെയ്യേണ്ടതേ അമൃതയോടല്ല, അഖിലയോടാ. അവൾക്ക് നൊന്താ അമൃതയ്ക്കും വേദനിക്കും. അഖിലയ്ക്ക് നോവണം, അവള് കരയണം, പേടിക്കണം. അപ്പോ അമൃത നമ്മൾ വരച്ച വരയിൽ അവള് വരും. പക്ഷെ എങ്ങനെ? പറയാം. അമ്മായി ചായ വാങ്ങിയിട്ടുണ്ട്. ചായ? നീയാള് കൊള്ളാലോ. ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് അവൾ എനിക്ക് ചായയും കൊണ്ട് വന്നിരിക്കുന്നു. എന്താ അമ്മായി? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ദേ, നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതിനാണോടി നീ എന്റെ വീട്ടിലേക്ക് കെട്ടിക്കയറി വന്നേ, എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ? എന്നിട്ട് അവളിപ്പോ ചായയും കൊണ്ട് വന്നിരിക്കുന്നു. ഇതില് വിഷാണോന്ന് എങ്ങനെ അറിയും? അമ്മായി എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞുതരാം. ആന്റി ഇന്നലെ അബദ്ധത്തിൽ വീണതൊന്നും അല്ല, നീ തള്ളിയിട്ടതാ. ഞാനോ? അതെ, ഞാൻ കണ്ടതാ. എന്റെ കണ്ണുണ്ട്. ഞാൻ മാത്രമല്ല, സുമേഷും കണ്ടു. എന്തൊക്കെയായി പറയുന്നേ? അമ്മായി വീഴുമ്പോ ഞാൻ ആകാശിന്റെ കൂടെ മുറിയിലായിരുന്നു. അഖിലേ, ഇത് നീയോ അവനും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് നടന്ന എന്റെ മോനെ കൂടോത്രം ചെയ്ത് മനസ്സ് മാറ്റി എനിക്കെതിരെ തിരിച്ചവളാ നീ. അതുകൊണ്ടല്ലേ ആ സ്വർണം പോലും വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്ന് അറിയിക്ക പോലും ചെയ്യാതെ അവൻ നിന്നെ കെട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ടിപ്പോ ആന്റി കൊല്ലാനും പ്ലാനിട്ടുള്ളു. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ആ സർക്കിൾ ഇൻസ്പെക്ടറെ നിന്റെ ചേച്ചി കളിയാക്കി വിട്ട ദിവസം മുതല് അയാളൊരു കാരണം നോക്കി നടക്ക്. ആന്റി ഒരു പരാതി കൊടുത്ത ആ നിമിഷം നീ അകത്താവും മോളെ. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ല, പക്ഷേ ചെയ്തെന്ന് ഞങ്ങൾ പറയും. കോടതിയിൽ നീ ചിലപ്പോ രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ ഒരാഴ്ചയെങ്കിലും കിടക്കും മോളെ അങ്ങ് സബ് ജയിലില്. എന്തിനാ എന്നോടിങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഉപദ്രവമൊന്നും ആയിട്ടില്ല മോളെ. നീ ശരിക്കുള്ള ദിവ്യപ്രഭയെ കാണാൻ പോകുന്നതേ ഉള്ളൂ. മാമി, എന്താ സംഭവിച്ചത്? എങ്ങനെയാ വീണത്? വീണതോ? ആര് വീണു? നിന്റെ ഈ അനിയത്തി ഉണ്ടല്ലോ, ഇവളെന്നെ തള്ളിയിട്ടതാ. അനിയത്തിയെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ സുഖവിവരം അന്വേഷിച്ച് വന്നിരിക്കുന്നു. അമൃതേ, നിന്നെ ഞാൻ വിടില്ല. നിന്റെ ഈ അനിയത്തി ഉണ്ടല്ലോ, അവളെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും. എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ ആനൊക്കെ ഫോണിൽ വിളിച്ച് ഞങ്ങളെ തല്ലാൻ പറയുന്നതേ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത്. ചോദിച്ചു നോക്ക്, സത്യമല്ലേന്ന്. എന്താ മോളെ ഇത്? എനിക്കറിയില്ല ചേച്ചി, എനിക്കൊന്നും അറിയില്ല. നീ ഇങ്ങോട്ട് വന്നേ, വാ. ദിവ്യയുടെ ഏറ് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് ആന്റിക്ക് ഇപ്പെങ്കിലും മനസ്സിലായല്ലോ. ദേ, ഇനിയെങ്കിലും എന്റെ കൂടെ നിന്ന ആന്റിക്ക് കൊള്ളാം. എന്തായാലും ഈ കെണിയിൽ അവർ വീണ് കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാതെ നോക്കണം. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശരി. എന്താ മോളെ സംഭവിച്ചത്? അവരെന്തൊക്കെയാ പറയുന്നേ? ചുമ്മാ ഭ്രാന്ത് പറയുന്നതാ ചേച്ചി. ഞാനും ആകാശേട്ടനും കൂടെ മുറിയിലിരിക്കുമായിരുന്നു. അപ്പോഴാ വലിയ നിലവിളി കേട്ടത്. ഞങ്ങൾ ഓടി വരുമ്പോ അമ്മായി വീണ് കിടക്കുമായിരുന്നു. പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു കഥ? രാവിലെ ഞാൻ വരുമ്പോ ഈ കഥയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ സമയദോഷ, ഏതെങ്കിലും ജോൾസിനെ കണ്ടാ മതി എന്നൊക്കെ അപ്പ പറഞ്ഞത്. അന്നേരം ആകാശേട്ടനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദിവ്യേച്ചി വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു അമ്മായിക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങണമെന്ന്. ആകാശേട്ടൻ വാങ്ങാന്ന് പറഞ്ഞപ്പോ ആകാശേട്ടന് പോവാൻ തിരക്കില്ലേ, ഞാൻ വാങ്ങിയാ മതിയെന്ന് ദിവ്യേച്ചി പറഞ്ഞു. ഞാൻ പോയിട്ട് വന്നപ്പോ കഥ മുഴുവനും മാറി. ഞാൻ മാമിയെ തള്ളിയിടുന്നത് ദിവ്യേച്ചി സുമേഷേട്ടനും കണ്ടെന്ന് വരെ പറഞ്ഞു. അപ്പോ ദിവ്യപ്രഭയുടെ ബുദ്ധിയാണ് അതിന് പിന്നിൽ?
അങ്ങനെ കേസ് കൊടുത്ത പ്രശ്നമാവോ ചേച്ചി? ആ സിഐക്ക് ചേച്ചിയിട്ടുള്ള വാശി തീർക്കാനായി എന്നെ അറസ്റ്റ് ചെയ്യും, കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. മോള് പേടിക്കാതെ, അങ്ങനെയൊന്നും വരില്ല. ചേച്ചി എന്നെ ആശ്വസിപ്പിക്കാൻ പറയാന്നൊക്കെ എനിക്കറിയാം. ചേച്ചിയുടെ മുഖത്ത് പേടി കാണുമ്പോ എന്റെ കൈയും കാലും വിറയ്ക്കുക. എന്നെ പോലീസ് പിടിക്കോ ചേച്ചി? ഇല്ല മോളെ, ധൈര്യമായിട്ടിരിക്ക, ചേച്ചിയില്ലേ കൂടെ. ചേച്ചി ആരോടും ആലോചിക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ പ്രതി ഞാനായി. മോളെ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആ 60 പവൻ സ്വർണം അമ്മായിക്ക് കൊടുക്കാന്ന് പറഞ്ഞത് ചേച്ചിയല്ലേ? എന്നിട്ടത് കൊടുക്കാതിരുന്നതല്ലേ ഇപ്പൊ പ്രശ്നമായത്? കൊടുക്കണ്ടെന്ന് നിങ്ങളെല്ലാരോടും അല്ലേ പറഞ്ഞത്? അതെ, ആദ്യമേ അത് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരുന്നത് മാമിയുടെ കലിയുടെ കാരണം. എല്ലാരും കൂടെ അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് തീരുമാനിച്ചിട്ട് അവസാനം അനുഭവിക്കാൻ ഞാൻ ഒറ്റയ്ക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.